ജനാധിപത്യ മതേതര വിശ്വാസം ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് JPC റിപ്പോർട്ട് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. പാർലമെന്റിൽ അവതരിപ്പിച്ചുവെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഈ വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് രാജ്യവ്യാപകമായി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വംശവെറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വഖഫ് ഭേദഗതി ബില്ല് എന്നത്. വഖഫ് സംവിധാനം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിങ്ങളുടെ എൻഡോമെന്റ് പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. അത് ഭരണഘടനാദത്തമായ അവകാശമാണ്. അത് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും രാജ്യത്തിന്റെ ഭരണഘടന കൃത്യമായി വകവച്ചു കൊടുക്കുന്ന അവകാശമാണ്. ആ അവകാശം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നിഷേധിക്കുന്ന ബില്ലാണ് വഖഫ് ഭേദഗതി ബില്ല്. 1995 വഖഫ് നിയമങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് വഖഫ് ബോർഡിനെ നിർവീര്യമാക്കി വഖഫ് സെൻട്രൽ കൗൺസിലിനെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം രാജ്യത്ത് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതനുവദിക്കുകയില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഈ ബില്ല് കത്തിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും രംഗത്തിറങ്ങേണ്ട സന്ദർഭമാണിത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. 6 പ്രബല മതവിഭാഗങ്ങളും 6 വംശീയ വിഭാഗങ്ങളും 55 ജാതികളും 6400 ഉപജാതികളും 18 അറിയപ്പെട്ട ഭാഷകളും 1600 ഉപഭാഷകളും എല്ലാം കൊണ്ട് സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് നാം കൊച്ചുനാളിൽ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതിനെ അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്ന ഇന്ത്യയാണ്. ബഹുസ്വരതയുടെ ഇന്ത്യയാണ്. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ്. ഈ ഇന്ത്യയെ ഏകശിലാരൂപത്തിലാക്കുവാനുള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ ഒരു ദശകക്കാലമായി സംഘ് പരിവാർ ഫാഷിസം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കലാണ്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രാജ്യത്ത് സമീപകാലത്ത് നടപ്പിലാക്കപ്പെട്ട അല്ലെങ്കിൽ നടപ്പിലാക്കുമെന്ന് മുക്കറയിട്ടുകൊണ്ടിരിക്കുന്ന ഏത് നിയമം പരിശോധിച്ചു നോക്കിയാലും അത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു തലത്തിൽ ഈ രാജ്യത്തിന്റെ വികസന സൂചികയെ പുഷ്ടിപ്പെടുത്തുവാനുള്ള നിയമമല്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ബഹുസ്വരതയെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമങ്ങളാണ്, നിയമനിർമ്മാണങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. NRC ആകട്ടെ, CA ആകട്ടെ, മുത്തലാഖ് നിരോധന നിയമമാകട്ടെ, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയലാകട്ടെ, ഏതു നിയമം എടുത്തു പരിശോധിച്ചു നോക്കിയാലും കാണാൻ കഴിയുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ, ഏറ്റവും വംശവെറി ഉൽപ്പാദിപ്പിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതിയാണ് ഇപ്പോൾ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പാർലമെന്റിന്റെ 2 സഭകളിലും
മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്, രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ തകർക്കുവാനുള്ള നീക്കമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഈ ബില്ല് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരുപാട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വഖഫ് എന്ന സംവിധാനം ഇവിടെ സഹസ്രാബ്ദങ്ങളായിട്ട് പ്രവർത്തിച്ചു പോരുന്നതാണ്. വഖഫുമായി ബന്ധപ്പെട്ട് നിരവധി നിയമനിർമ്മാണങ്ങൾ, ഭേദഗതികൾ, പരിഷ്കരണങ്ങളൊക്കെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതെല്ലാം വഖഫ് സംവിധാനത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ഇതാരുടെയും ഔദാര്യമല്ല. ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ പ്രകാരം ഓരോ മതവിഭാഗത്തിനും ആ മതവിഭാഗത്തിന്റെ എൻഡോമെന്റ് പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്യുവാനും സംരക്ഷിക്കുവാനുമുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന് ഗളച്ഛേദം നടത്തുന്ന നിയമമാണ് രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് സ്വത്തുവകകളുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമാണ്. രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും അതിന്റെ ഗുണഭോക്താക്കളാണ്. പക്ഷിമൃഗാദികളും സസ്യലതാദികൾ പോലും അതിന്റെ വ്യത്യസ്തമായ രൂപത്തിലുള്ള സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വഖഫ് സംവിധാനത്തെ പൂട്ടിക്കെട്ടി, വഖഫ് സംവിധാനത്തെ താറുമാറാക്കി ഛിന്ന ഭിന്നമാക്കിയിട്ട് ഈ രാജ്യത്ത് എന്ത് പുരോഗതിയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ചോദിക്കുവാനുള്ളത്. ഒരു പുരോഗതിയും കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സമുദായത്തെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമമാണ് ഈ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതി ഒന്നടങ്കം ഉൾവഹിക്കുന്നത്. ഈ വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ, സെൻട്രൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ, അത് ഒരു പ്രത്യേകമായ അധികാര സംവിധാനമാണ്. അത് ഈ നാട്ടിലെ, ഈ രാജ്യത്തെ വഖഫ് പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുവാനുള്ള, അത് കൈകാര്യം ചെയ്യുവാനുള്ള, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുവാനുള്ള, പ്രശ്നങ്ങൾക്ക് രമ്യമായ പോംവഴി കാണാനുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ കേവലം നോക്കുകുത്തിയാക്കി നാളിതുവരെ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിരുന്നത് വഖഫ് ബോർഡാണെങ്കിൽ, വഖഫ് ട്രിബ്യൂണലാണെങ്കിൽ, അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇനി ഓരോ ജില്ലയിലും വഖഫുമായി ബന്ധപ്പെട്ട് സർവേ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അത് കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം കലക്ടർക്ക് പതിച്ചു നൽകുകയാണത്രേ. ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചില്ലറയല്ല, വലിയ പ്രത്യാഘാതമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിംകളുടെ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവർ നിരവധിയുണ്ട്. പക്ഷേ അത് മതപരമായ ഒന്നാണ്. മതപരമായ ഒന്നായതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക ശരീഅത്തിന്റെ അകത്ത് നിന്നുകൊണ്ട്, അഥവാ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിനനുസൃതമായിട്ടാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അതെല്ലാം വെട്ടിമാറ്റി അവിടെയെല്ലാം മതേതരവൽക്കരണം കൊണ്ടുവരികയാണ് എന്നാണ് BJP സർക്കാർ പറയുന്നത്. ഇതെന്ത് മതേതരവൽക്കരണം ആണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ പാർലമെന്റിലാണ് മതേതരത്വം കൊണ്ടുവരേണ്ടത്. BJPയുടെ കേന്ദ്രമന്ത്രിമാരില് എത്ര മുസ്ലിങ്ങളുണ്ട്? പോകട്ടെ, BJPയുടെ MP-മാരില് എത്ര മുസ്ലിങ്ങളുണ്ട്? സാമുദായികമായി എന്ത് പ്രാതിനിധ്യമാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നൽകിയിട്ടുള്ളത്? ഇത് RSSന്റെ അജണ്ടയാണ്. ഇത് ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ കാൽവെപ്പാണ്. മതേതരത്വത്തിന്റെ ശവമഞ്ചത്തിലെ അവസാന ആണിയും അടിക്കുവാനുള്ള ഈ ശ്രമത്തെ എന്ത് വില കൊടുത്തും രാജ്യത്ത് പ്രതിരോധിച്ചു നിൽക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഒരുക്കമാണ്. അതില് യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണം. അത് ഈ നാട്ടിലെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇവിടെ ഭരണഘടനയുടെ മുന്നിൽ മതം ഒരു പ്രശ്നമല്ല. ഒരാൾ ഏത് മതവിശ്വാസിയായാലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശം കൂടുതൽ കൊടുക്കുക,
പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശം കുറയ്ക്കുക, ഇതൊന്നും രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന കാര്യമല്ല. ഈക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ അകത്തളത്തിൽ ആമുഖത്തിൽ തന്നെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇത് ജനാധിപത്യപരമായ അവകാശമാണ്. ജനങ്ങളെ വിഭജിക്കുവാനുള്ള നീക്കങ്ങളെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അതിന് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത് മുസ്ലിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് എങ്കിലും ഇത് ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവമാണ് തകർക്കുവാൻ പോകുന്നത്. 75 ആണ്ട് ഈ രാജ്യം എങ്ങനെയാ നിലനിന്നത്? ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പല രാഷ്ട്രങ്ങളും തകർന്നു തരിപ്പണമായി പോയിട്ടുണ്ട് എങ്കിൽ 75 ആണ്ട് പിന്നിടുമ്പോഴും നമ്മുടെ രാഷ്ട്രം നിലനിൽക്കുന്നത് ഈ ഭരണഘടനയുടെ ബലത്തിലാണ്. ഉലയാതെ ഈ രാജ്യം നിലനിന്നത് ഭരണഘടനയുടെ ബലത്തിലാണ്. ആ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി സ്ഥാപിക്കണമെന്ന് പറയുന്ന സംഘപരിവാറിന്റെ തിട്ടൂരം അംഗീകരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരുക്കമല്ല എന്നാണ് ഈ സായാഹ്നത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഴുവൻ സഹോദരങ്ങളും മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും സമരസജ്ജരാകേണ്ട സന്ദർഭമാണിത്. ഇത് രാജ്യത്തിന്റെ അടിക്കല്ലിളക്കാനുള്ള വഴിയാണ്. രാജ്യത്തെ ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഈ രാജ്യമെന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണുന്ന രാഷ്ട്രമാണ് എന്ന് സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങുക, അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ ആവിഷ്കരിക്കുക. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ ഇതൊക്കെ അങ്ങ് കാണിച്ച് ഭയപ്പെടുത്തി കളയാമെന്നാണ് സംഘപരിവാർ ഫാഷിസം വിചാരിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയാനുള്ളത്, ഈ രാജ്യത്തിന്റെ അടിപ്പടവുകൾ പരിശോധിച്ചാൽ ആ അടിപ്പടവുകളിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ രക്തത്തിന്റെ ചുവപ്പുണ്ട്, വിയർപ്പിന്റെ ഉപ്പുണ്ട്, ജീവന്റെ തുടിപ്പുണ്ട്. അവരാണ് ഈ രാജ്യം നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത്. അത് അവരെവിടെ നിന്നും വന്നതല്ല. ഈ രാജ്യത്ത് വ്യത്യസ്തമായ മതവിഭാഗങ്ങൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാനുള്ള, അവരുടെ സ്വത്തുവകകൾ, എൻഡോമെന്റ് പ്രോപ്പർട്ടികൾ സംരക്ഷിക്കാനുള്ള സംവിധാനമുണ്ടെന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രം എടുത്തു കളയുമ്പോൾ അത് പറഞ്ഞ് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെങ്കിൽ ആ സംഘപരിവാർ ഫാഷിസത്തോടാണ് പറയുന്നത്, മുസ്ലിങ്ങൾ ഈ രാജ്യത്തോടിളക്കി വന്നതല്ല, ഈ രാജ്യത്തെ നിർമ്മിച്ചവരാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട്, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോട്, ഈ രാജ്യത്തിന്റെ സർവത്തിനോടും ചേർന്നു നിൽക്കുന്നവരാണ് അവരെ അറുത്തുമാറ്റാൻ കഴിയുകയില്ല, അവരെ ഇല്ലാതെയാക്കുവാൻ കഴിയില്ല. അങ്ങനെ ഇല്ലാതെയാക്കുവാൻ എക്കേവാറിന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയതല്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ രാജ്യം. ഇത് ഗോൾവാൾക്കർ മഴുവറിഞ്ഞുണ്ടാക്കിയതല്ല ഈ രാജ്യം. ഇത് അല്ലെങ്കിൽ RSSന്റെ ഇപ്പോഴത്തെ ആചാര്യനായ മോഹൻ ഭാഗവത് കുംഭവീർത്ത് പറ്റതല്ല ഈ രാജ്യം. ഇത് പൊരുതി നേടിയ മണ്ണാണ്. ഈ മണ്ണിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഈ നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരുമയുടെ സംസ്കാരമാണ്. ഒരുമയുടെ സംസ്കാരമാണ്. വൈവിധ്യമായ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഒന്നിച്ചു വസിക്കുന്ന പൂങ്കാവനമെന്നാണ് ഈ നാടുപെറ്റ കവിമാരും ഈ നാടുപെറ്റ സർവപ്രതിഭാശാലികളും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു നാടാണിത്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. അവർ മിത്തിൽ ജീവിക്കുന്നവരല്ല, അവർ കെട്ടുകഥയിൽ ജീവിക്കുന്നവരല്ല. അവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ ധീരദേശാഭിമാനികളായി ജ്വലിച്ചു നിന്നവരാണ്. സംഘപരിവാർ ഫാഷിസത്തിന്റെ പാരമ്പര്യം ബ്രിട്ടീഷ് മേധാവികളുടെ, രാജ്യത്തെ അധിനിവേശ ശക്തികളുടെ, രാജ്യത്തിന്റെ ശത്രുക്കളുടെ ഷൂനക്കിക്കൊടുത്ത പാരമ്പര്യമാണ് എങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം ധീരമായി സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ വെടിയുണ്ടകൾ ഏറ്റ് വീരമൃത്യു വരിച്ച ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തലമുറ കുറ്റിയേറ്റുപോയിട്ടില്ല.
അവർ തന്നെയാണ് ഇവിടെ ബാക്കിയുള്ളത് എന്ന തിരിച്ചറിവ് സംഘപരിവാർ ഫാഷിസത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ രാജ്യത്തെ 20 കോടി മുസ്ലിങ്ങളെ ഒന്നടങ്കമങ്ങ് മൂക്കിൽ വിളിച്ചു കളയാൻ അത്ര വിശ്വവിഖ്യാതമായ മൂക്കൊന്നും നരേന്ദ്രമോദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിച്ചാൽ ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ, ഈ രാജ്യത്തിന്റെ സൗഹൃദത്തെ, ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയെ, ഈ രാജ്യത്തിന്റെ മതങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സഹിഷ്ണുതയെയും ഐക്യത്തെയും തപ്പിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് പ്രതിഷേധമാണ് നമ്മളുടെ മുന്നിലെ ഏറ്റവും വലിയ വഴി. മുഴുവൻ ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. പക്ഷെ തെരുവുകളില് നമ്മൾ കാണുന്നില്ല, കോൺഗ്രസിനെ കാണുന്നില്ല, CPM-നെ കാണുന്നില്ല, മുസ്ലിം ലീഗിനെ കാണുന്നില്ല, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആരെയും കാത്തു നിൽക്കാതെ ഈ ചരിത്ര ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കും. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും തീർച്ചയായും ആ ഉത്തരവാദിത്വവുമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇത് കോഴിക്കോട് നഗരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രതിഷേധമല്ല, രാജ്യവ്യാപകമായി ഇന്ന് രാവിലെ രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കലുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിച്ച ആ സമയത്തു തന്നെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കണം, ഈ രാജ്യത്തെ സംരക്ഷിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം സാധാരണക്കാരായ RSSകാരോടും സംഘപരിവാരോടും എന്റെ ശബ്ദം കേൾക്കുന്ന നിയമപാലകരോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ ചോദിക്കുവാനുള്ളത്, ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചെങ്കിൽ ഈ ബില്ല് എന്ത് നേട്ടമാണ് ഈ നാടിന് ഉണ്ടാക്കാൻ പോകുന്നത്? ഈ നാട്ടിലെ ദാരിദ്ര്യമില്ലാതെയാക്കുമോ? ഈ നാട്ടിലെ തൊഴിലില്ലായ്മയെ കുറച്ചു കൊണ്ടുവരുമോ? അവശ്യ വസ്തുക്കൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ, ജനങ്ങൾ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുമ്പോ അവരുടെ ജീവിതത്തിന് താങ്ങാവാൻ, അവരുടെ ജീവിതത്തിന് ആശ്വാസമാകാൻ വഖഫ് ഭേദഗതി ബില്ലിന് സാധിക്കുമോ? വിദ്യാലയത്തിന്റെ, ശൗചാലയത്തിന്റെ സർവ അംഗീകൃതമായിട്ട് സാർവത്രികമായിട്ട് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഈ ബില്ല് കൊണ്ടുവരാൻ പോകുന്നത്? ഒരു പരിഹാരവുമില്ല. ഇവിടുത്തെ സാധാരണക്കാരനായ BJP-കാരൻ, RSSകാരൻ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ജനങ്ങളെ വിഭജിക്കാനാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്, ജനങ്ങളെ പരസ്പരം രക്തം ചിന്തി കൊല്ലുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ബില്ല് ഇവിടെ അവതരിപ്പിക്കുന്നത്. രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഒന്നും ഈ ബില്ലുണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഈ നാട് നേരിടുന്ന നീറുന്ന 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. മൺകുടം വെച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി മണിക്കൂറുകളോളം ടാപ്പുകൾക്ക് മുന്നിൽ കാത്തുകെട്ടി കിടക്കുന്ന അനേകം അമ്മമാർ പാർക്കുന്ന രാജ്യമാണിത്. കേറിക്കിടക്കാൻ 6 അടി മണ്ണിന്റെ അവകാശം നിഷേധിക്കപ്പെട്ട് പുറമ്പോക്ക് ഭൂമികളിൽ, റെയിൽവേ ഭൂമികളിൽ അന്തിയുറങ്ങുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്ന മണ്ണാണ് ഈ രാജ്യമെന്ന് പറയുന്നത്. മാരകമായ രോഗം ബാധിച്ച് കണ്ണുകുഴിഞ്ഞ് എല്ലുന്തി കൈകാലുകൾ ശോഷിച്ച് ശ്വാസോച്ഛ്വാസം നടത്താൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെ തോളിലേറ്റി അമ്മമാർ പകച്ചു നിൽക്കുന്ന രാജ്യമാണിത്. ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷവും ദരിദ്രനാരായണന്മാരാണ്, പാവപ്പെട്ടവരാണ്, ദിവസ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ്. അവർക്ക് ഈ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതി ബില്ല് രാജ്യത്ത് അവതരിപ്പിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ രാജ്യത്തെ പഴയ കാലഘട്ടത്തിലേക്ക്, ദരിദ്ര കാലഘട്ടത്തിലേക്ക്, അങ്ങ് ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ജനങ്ങളെ ഐക്യത്തോടുകൂടി നിലനിർത്താൻ, ജനങ്ങളെ ഒരുമയോടുകൂടി നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ജനങ്ങളെ ഒന്നടങ്കം ഭാഗവാക്കാക്കാൻ എന്തു പദ്ധതി ഭരണകൂടത്തിന്റെ കയ്യിലുണ്ട്? ഈ രാജ്യത്തെ നശിപ്പിക്കരുത്, ഈ രാജ്യത്തെ തകർത്തു കളയരുത്,
രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് പെരുമ്പറ മുഴക്കുന്ന ആളുകൾ തന്നെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുഴുവൻ മതേതര വിശ്വാസികളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. ഭരണാധികാരികളുടെ സിംഹാസനങ്ങളെ കിടികിട വിറപ്പിക്കാൻ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ലോകത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിന്റെ മുൻനിരയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകും. അഭിവാദ്യങ്ങൾ. സമരം ഇവിടെ അവസാനിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീറിനെ ആദരവ് ബഹുമാന്യനായ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ വായിച്ചെറുവറ്റ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജെയ്സി കാപ്പി മുഹമ്മദ് വിശദമാക്കിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഐതിഹാസികമായ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ടുള്ള സഹപ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഇരു പാർലമെന്റുകളിൽ ഇന്ന് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ല് ജനദ്രോഹപരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനയെ പിച്ചു ചീന്തുന്ന തരത്തിലുള്ള ബില്ലാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയുടെ എല്ലാ തെരുവിലും ഈ വഖഫുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ല് കത്തിച്ചുകൊണ്ടാണ് പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ പരിപാടി ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. വരും നാളുകളിൽ ഈ ജനാധിപത്യ പോരാട്ടം സാധാരണക്കാരായ ധാരാളം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഐതിഹാസികമായ സമരങ്ങൾ തുടർന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തും. ഇന്ന് തന്നെ നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ ശക്തമായ സമരങ്ങൾക്ക് പാർട്ടി തുടക്കം കുറിക്കാൻ വേണ്ടി പോകുകയാണ്. വരാൻ പോകുന്ന 19-ാം തീയതി ഐതിഹാസികമായ വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും മലപ്പുറത്ത് വെച്ച് ഏതാണ്ട് 1,00,000-ഓളം പേർ പങ്കെടുക്കുന്ന വലിയ സമ്മേളനവും പാർട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ അവതരിപ്പിക്കപ്പെട്ട ഈ ഭേദഗതി ബില്ല് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ മതനിരപേക്ഷയെ തകർക്കുന്ന ഈ ബില്ല് ഇന്ത്യ രാജ്യത്ത് നിന്ന് സംഘപരിവാർ എടുത്ത് എറിയുന്നതുവരെ എടുത്തു മാറ്റുന്നതുവരെ ശക്തമായ സമരവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ തെരുവിൽ തന്നെ നിലയുറപ്പിച്ച് ഉണ്ടാകുമെന്ന് ഒരു ആവർത്തി കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ സഹന സമരത്തിന് ഈ ഉത്തരവാദിത്വ നിർവഹണത്തിന് എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി വീക്ഷിച്ച നല്ലവരായ നാട്ടുകാര്, നമ്മോട് സഹകരിച്ച നിയമപാലകര്, അതോടൊപ്പം തന്നെ ഇവിടെ സംസാരിച്ചിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാര് എല്ലാവർക്കും പാർട്ടിയുടെ കൃത്യമായ നന്ദിയും വിപ്ലവ അഭിവാദ്യങ്ങളും നേരുകയാണ്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ സമരപരിപാടി ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.